ബീഫ് വീണ്ടും സജീവമാവുകയാണ്. കേരള സ്റ്റോറി 2-വിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു സീനുണ്ടത്രേ. അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. അതിലൂടെ കുറേ വോട്ട് സംഘടിപ്പിക്കാൻ കുറേ പേർ ഓടി നടക്കുന്നു. 10-25 വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ നാട്ടിൽ ബീഫിന് ഇമ്മാതിരി മാർക്കറ്റൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരു മാംസാഹാരം. ബീഫ് കഴിക്കാത്ത ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു അന്നും. ചിലർക്ക് അലർജിയുടെ പ്രശ്നമായിരുന്നു. ചിലർക്ക് ബീഫ് ഇഷ്ടമല്ലായിരുന്നു. ഈ ചൂരമീൻ ഇഷ്ടമില്ലാത്ത പോലെ തന്നെ. പക്ഷേ ഈ അടുത്ത കാലത്തായി വെറുതെ കുറേ വിവാദങ്ങളുണ്ടാക്കി ബീഫിന് വല്ലാത്ത മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ ന്യൂജൻ പിള്ളേർ പഴയ പിള്ളേരെ പോലെയല്ല, നല്ലോണം ബീഫ് തട്ടിവിടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണം വെറും വിശപ്പ് മാറ്റാനുള്ള ഒന്നല്ല. അത് മതവിശ്വാസം, സംസ്കാരം, ജീവിത രീതി എന്നിവയുടെ പ്രതിഫലനമാണ്. ഹിന്ദു ആത്മീയ ചിന്തകളിൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളിൽ എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക എന്ന ആശയം ശക്തമായി പറയപ്പെടുന്നു. അതിനാൽ കുറേ ആൾക്കാർ ഭക്ഷണത്തിൽ മാംസാഹാരം ഒഴിവാക്കുന്നു. ഇസ്ലാമിൽ ഭക്ഷണം ഹലാൽ എന്നും ഹറാം എന്നും വ്യക്തമാക്കി വേർതിരിച്ചിരിക്കുന്നു. പന്നിയിറച്ചി അവർക്ക് ഹറാം എന്നാണ് അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്കത് വിലക്കപ്പെട്ട ഭക്ഷണം തന്നെയാണ്. അത് അവരുടെ മതഗ്രന്ഥം ഉണ്ടായ കാലത്തേ ഉള്ളതുമാണ്. അപ്പോൾ പിന്നെ ബീഫിനെ പന്നിയിറച്ചിയുമായി താരതമ്യം ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ? കുറേ മതവാദികളുടെ കുബുദ്ധിയിൽ വിരിഞ്ഞ ആശയങ്ങളാണ് ബീഫും പോർക്കും ഒക്കെ. അവർക്കതുകൊണ്ട് പണമോ അധികാരമോ ഒക്കെ കിട്ടുന്നുണ്ടാകും. ഇത് കണ്ട് കുറേ ബുദ്ധിയില്ലാത്തവർ പോരടിക്കാൻ നടന്നാൽ വെറുതെ ലൈഫ് വേസ്റ്റ് ആവുകയേ ഉള്ളൂ. മതം എന്നത് ഈ അടുത്ത കാലത്തായി അധികാരത്തിനും പദവിക്കും വേണ്ടി യഥേഷ്ടം എടുത്തുപയോഗിക്കുന്ന ഒരു സംഭവമാണ്. മനുഷ്യനിൽ മതമുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ കുറച്ച് ദിവസം കിടന്നു നോക്കുക. ഒരു മതവുമില്ലാതെ പരസ്പരം സഹായിക്കുന്നവരാണ് അവിടെ കിടക്കുന്നവർ. ഇതൊക്കെ വെറുതെ കുറേ ആളുകൾക്ക് തമ്മിൽ തല്ലി മുതലെടുപ്പിനുള്ള ഉപാധി മാത്രമാണ്. ഇവിടുത്തെ പല പ്രമുഖരുടെയും മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് വ്യത്യസ്ത മതങ്ങളിലുള്ളവരെയാണ്. അവിടെ അവരുടെ കുടുംബങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അവർ അധികാരത്തിനു വേണ്ടി പൊതുവേദിയിൽ മതം പറയും, മതവികാരം ആളിക്കത്തിക്കും. എന്തിന്, നമ്മുടെ വേടൻ വരെ പൊതുവേദിയിൽ ജാതിയും മതവും പറയുന്നു. ഇതൊക്കെ ഇവിടെ ചിലവാകും എന്നതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ജാതിയും മതവും പറഞ്ഞു നിലനിൽക്കുന്നത്. കേരള സ്റ്റോറി പോലും ആ അർത്ഥത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന തെറ്റായ തോന്നൽ മാത്രമാണിത്. വിവരവും വിവേകവും ഇല്ലാത്ത കുറേ എണ്ണം ഇതൊക്കെ വിശ്വസിച്ചേക്കാം. ഞാൻ ബീഫ് തിന്നും, നീ പന്നി തിന്നുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് കഴിക്കൂ, അല്ലാതെ അവൻ എന്ത് കഴിക്കുന്നു, അവൻ എന്താ കഴിക്കാത്തത് എന്ന് നോക്കി നടന്ന് വെറുതെ സമയം കളയാതിരിക്കുക. ഭക്ഷണത്തിലല്ല, നല്ല മനസ്സിലാണ് കാര്യം. നല്ല മനുഷ്യനായി ജീവിക്കൂ, മതത്തിനായി ജീവിക്കാതെ.